ഏവർക്കും സാദര നമസ്കാരം. രാമായണ പാരായണത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും എറണാകുളം ജില്ലയുടെ അവസരം വളരെ മനോഹരമായിട്ട് വിനിയോഗിച്ചിരിക്കുന്നു. വളരെ ആഴത്തിലുള്ള തനിമയാർന്ന പക്വതയാർന്ന പ്രഭാഷണവും നമ്മൾ കേട്ടു. ഞാൻ തൃശ്ശൂർ പരിപാടി കഴിഞ്ഞിട്ട് യാത്രയിലാണുള്ളത്. അതിനിടയിലാണ് കയറിയത്. വളരെ പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാണ്ഡങ്ങളാണ് കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡവും സുന്ദരകാന്ഡവും. സുന്ദരകാന്ഡം ഹനുമാൻ എന്ന സുന്ദരനെ കുറിച്ച് പറയുന്നു. സൗന്ദര്യം ബാഹ്യദൃഷ്ടിയല്ല, അത് ആന്തരികമാണ്. ബാഹ്യദൃഷ്ടിയിലെ സൗന്ദര്യം പലപ്പോഴും ചതിക്കുഴിയിലേക്ക് വീഴുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ലവ് ജിഹാദ് പോലുള്ള മാരകമായ വിഷയങ്ങളെ അതായത് ബാഹ്യ സൗന്ദര്യത്തെ പലപ്പോഴും ചതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ആന്തരിക സൗന്ദര്യമാണ് ഹനുമാന് സുന്ദരൻ എന്ന പട്ടത്തെ നേടിക്കൊടുക്കുന്നത് എന്ന് സുന്ദരകാന്ഡം പഠിപ്പിക്കുന്നു. തീർന്നില്ല. ഇവിടെ രാമൻ സുഗ്രീവനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഉടമ്പടി പാലിക്കേണ്ടത് കടമയാണ്. ഉടമ്പടിയിൽ ഒന്നാമത്തേത്, ബാലിയെ നിഗ്രഹിക്കാം, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാം. രണ്ടാമത്തേത്, നിനക്ക് രാജ്യം തിരിച്ചു കിട്ടിയാൽ സീതയെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നുള്ളതാണ്. ഉടമ്പടിയിൽ ഒന്നാമത്തേത് രാമൻ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു കൊടുത്തു. എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഉടമ്പടിയെ മറക്കുന്നു. അത് നന്ദികേട് എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ അതിനെ വിളിക്കുക. നമ്മൾ ആരെങ്കിലുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അത് പാലിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ആ ഉടമ്പടി ധാർമ്മികമായിരിക്കണം. തീർച്ചയായിട്ടും ബാലിയെ കൊന്നത് സുഗ്രീവനും ബാലിയും തമ്മിൽ കലഹമുണ്ടായത് കൊണ്ടോ അടിച്ചോടിച്ചത് കൊണ്ടോ അല്ല. മറിച്ച് സുഗ്രീവന്റെ ഭാര്യയായ രുക്മയെ സമ്മതമില്ലാതെ പ്രാപിച്ചു ബാലി. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റാണ്. ഇവിടെ അന്നും ഇന്നും അത് ക്രൈമാണ്. പഴശ്ശിരാജാവിൻ്റെ കാലത്തും അതിന് വധശിക്ഷ തന്നെയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബാലിയുടെ മരണശേഷം താര പൂർണ്ണ സമ്മതത്തോടുകൂടി സുഗ്രീവനെ കല്യാണം കഴിക്കുന്നു എന്ന് മാത്രമല്ല, കുടിച്ച് കൂത്താടി മതോന്മത്തയായ താരയുടെയും സുഗ്രീവന്റെയും അരികിലേക്കാണ് ലക്ഷ്മണൻ ചെന്നിട്ട്, ബാലിയെ കൊന്ന ബാണങ്ങൾ തീർന്നിട്ടില്ല, അതിനിയും ബാക്കിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇയാള് വീണ്ടും ഊർജ്ജസ്വലനാകുന്നത്. ഇവിടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഉടമ്പടി പാലിച്ചില്ല എങ്കിൽ അത് നമുക്ക് വിനയാകും. അതുപോലെ ഉടമ്പടി ഉണ്ടാക്കുന്നവനോട് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് സുഗ്രീവൻ അളക്കുന്നുണ്ട്. ഹനുമാൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് ഋഷ്യമൂകാചലത്തിലേക്ക് വന്നു. സുഗ്രീവന്റെ ദുസ്ഥിതിയൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഒരു സാധാരണ രണ്ട് മനുഷ്യന്മാർ, സുന്ദരന്മാരാണ്. ഇവരെ കണ്ടിട്ട് സുഗ്രീവൻ അങ്ങോട്ട് ബോധിക്കുന്നില്ല. അപ്പൊ സുഗ്രീവൻ ചോദിക്കുന്നു, അതികരുത്തനാണ് ഈ ബാലി, ദുന്ദുബിയെയും മായാവിയെയും എല്ലാം കൊന്നവനാണ്. അവനോട് ഫൈറ്റ് ചെയ്യുന്നവനോട് അവരുടെ പാതി ശക്തിയൊക്കെ കിട്ടുന്ന ആളാണ്. അപ്പോൾ ഇത് ഈ മനുഷ്യന് സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ദുന്ദുബിയുടെ ഭീമാകാരമായ അസ്ഥിക്കൂടം അവിടെ ഉണ്ടായിരുന്നു. ഈ അസ്ഥിക്കൂടം പെരുവിരൽ കൊണ്ട് രാമൻ ഒരു തട്ട് വെച്ച് കൊടുത്തു. അത് അകലേക്ക് ചെന്ന് പതിക്കുന്നത് കണ്ടിട്ട് സുഗ്രീവൻ എഴുന്നേറ്റ് കൈകൂപ്പുന്നു. അപ്പം ഇതൊരു സാധാരണ മനുഷ്യനല്ല. കാലിൻ്റെ പെരുവിരൽ കൊണ്ട് പർവ്വതതുല്യനായ ദുന്ദുബിയുടെ അസ്ഥിക്കൂടത്തെ വലിച്ചെറിയുവാൻ കഴിവുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുന്നു. അപ്പം നമ്മൾ തുല്യരുമായിട്ടാണ് എപ്പോഴും ധാരണയിലെത്തേണ്ടത്. തുല്യർ തമ്മിലെ ബന്ധങ്ങൾ ശോഭിക്കുള്ളൂ. സിംഹവും മാനും തമ്മിൽ ഉടമ്പടിയോ സൗഹൃദങ്ങളോ ഒന്നുമില്ല. രണ്ട് സിംഹങ്ങൾ തമ്മിലാണ്. അപ്പോൾ ബന്ധങ്ങൾ എപ്പോഴും തുല്യരുമായിട്ടായിരിക്കണം. നമ്മൾ ദേവാസുര യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദേവലോകത്തെ രാജാവ് ദേവൻ, മനുഷ്യലോകത്തെ രാജാവ് മനുഷ്യൻ, അസുരലോകത്തെ രാജാവ് അസുരനായിരിക്കണം. പക്ഷേ ദേവന്മാർ ഒരിക്കൽ പോലും അസുരലോകത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് എവിടെയും അറ്റാക്ക് നടത്തിയിട്ടില്ല. എന്നാൽ അസുരന്മാർ ദേവലോക സിംഹാസനത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, അസുരന് എപ്പോഴും അത്യാർത്തി ഉണ്ടാകും, ദേവന് അത്യാർത്തി ഉണ്ടെങ്കിലും സമചിത്തതയുണ്ടാകും. ഇപ്പം ദേവേന്ദ്രൻ പല സ്ത്രീകളെയും മതിയാകാഞ്ഞിട്ടാണ്
ഭൂമിയിൽ വന്നിട്ട് അഹല്യയെ പ്രാപിക്കുന്നത്. രംഭമേനക തിലോത്തമ ഉർവശിയൊക്കെ ഉണ്ടായിരുന്നിട്ടും അഹല്യയെ പ്രാപിക്കുന്നത് നജാതു കാമകാമാനാം ഉപഭോഗേന ശമ്യതി എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കുന്നോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പഠിപ്പിക്കുവാനാണ് അഹല്യയുടെ ആ കഥയെല്ലാം എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തെറ്റുപറ്റിപ്പോയി. അങ്ങേയറ്റം ചാരിത്രശുദ്ധിയുള്ളവളായിരുന്നു അഹല്യ. പക്ഷെ ദേവേന്ദ്രനെ കണ്ട് മോഹിച്ചു പോയി. തൻ്റെ ഭർത്താവിനെ ചതിച്ചുപോയി. ഈ ദുഃഖം വല്ലാതെ അലട്ടിയിരുന്ന അഹല്യ ശില പോലെ ജീവിച്ചു. പാറയായിപ്പോയി എന്ന് കഥയിൽ വരുന്നുവെങ്കിലും ശില പോലെ ജീവിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, ദുഃഖം ഘനീഭവിച്ച ഒരാൾ അയാളുടെ മനസ്സ് ശില പോലെ ആയിരിക്കും. കാരണം അയാൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. രാമനെ കണ്ടപ്പോഴാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ ജീവിത തലത്തിലേക്ക് അഹല്യ ഉയരുന്നത് എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ 1000 കാര്യങ്ങളെ പഠിപ്പിക്കുന്ന രാമായണത്തിൻ്റെ വിചിന്തനം നാളെ അടുത്ത ജില്ലയിലൂടെ തുടരുമ്പോൾ നമ്മൾ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡത്തിലൂടെ അവസാനിക്കുന്നു. രാമായണ സംഗമങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കേരളം മുഴുവൻ പാഠശാല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 9-ാം തീയതി പാലക്കാട്, 10 മലപ്പുറത്താണ്. വയനാട് ജില്ലയുടെ പ്രത്യേക ഒരു അവസ്ഥയിൽ നമ്മൾ ആ പരിപാടി മാറ്റിവെച്ചിട്ടുണ്ട്. തുടർന്ന് 14, 15, 16 തീയതികളിലായിട്ട് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരത്ത് നമ്മുടെ ടി പി സെൻകുമാർ സാറൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് സമാപനം. അങ്ങനെ രാമായണ സംഗമങ്ങളും ഓൺലൈനിലുള്ള രാമായണ പാരായണവും അവതരണവും രാമായണ പ്രഭാഷണങ്ങളുമെല്ലാം നമുക്ക് ധാരാളം പ്രഭാഷകന്മാരെ, പലരും ഇരുത്തം വന്ന പ്രഭാഷകന്മാരെ, ഒരുപാട് പുതിയ പുതിയ പോയിന്റുകൾ നമുക്ക് ലഭിക്കുന്ന പ്രഭാഷകന്മാരെ ലഭിച്ചു. വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ജയ് ശ്രീറാം.